നമസ്കാരം. അമേരിക്കയുടെ ഇടപെടലോട് കൂടിയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് പോയത്. ഖമേനിയെ വധിക്കുമെന്ന് വരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് മലക്കം മറിഞ്ഞത് കണ്ടതാണ് നാം. അതേസമയം ഖമേനി എവിടെയാണ് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഖമേനിയെ സംബന്ധിച്ച് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇനിയൊരു പൊതുവേദിയിലെത്തുന്നത് ഖമേനിയെ സംബന്ധിച്ച ജീവന് പോലും ഭീഷണിയുള്ള ഒരു കാര്യമാണ്. ഇതിനിടെയാണ് ട്രംപ് അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നത്. ആയത്തുള്ള ഖമേനിയെ നിന്ദ്യമായ മരണത്തിൽ നിന്ന് താൻ രക്ഷിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും അദ്ദേഹത്തെ വധിക്കാൻ ഇസ്രായേലിനെയും അമേരിക്കൻ സേനയെയും അനുവദിച്ചിട്ടില്ല എന്നും ട്രംപ് തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ പറയുകയായിരുന്നു. ഇതിനോട് ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. ട്രംപിൻ്റെ പരാമർശങ്ങൾ അനാദരവ് നിറഞ്ഞതാണെന്നും അസ്വീകാര്യമാണെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരാഗ്ചി കുറ്റപ്പെടുത്തിയത്. ഇറാൻ പരമോന്നത നേതാവുമായി ട്രംപ് ഒരു ധാരണയിലെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം തൻ്റെ പരാമർശങ്ങൾ പിൻവലിക്കുകയും ഭീഷണിയുടെ സ്വരം മാറ്റിവെക്കുകയും വേണം. ഖമേനിയുടെ ദശലക്ഷക്കണക്കിന് അനുയായികളെ വേദനിപ്പിക്കുന്നത് നിർത്തണമെന്നും അബ്ബാസ് അരാഗ്ചി എക്സിലൂടെ വെളിപ്പെടുത്തി. ഇറാൻ ആണവ പദ്ധതികൾ ആവർത്തിച്ചാൽ രാജ്യത്തെ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഖമേനിയുടെ വിജയ പ്രഖ്യാപനത്തെയും US പ്രസിഡന്റ് ചോദ്യം ചെയ്തിരുന്നു. ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്ന ഖമേനിയുടെ അവകാശവാദം നുണയാണെന്നും ട്രംപ് തൻ്റെ സമൂഹ മാധ്യമമായ ദ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റിട്ടിരുന്നു. ഇറാനെയും ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളെയും പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന ട്രംപിൻ്റെ അവകാശവാദങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ്. രാജ്യാന്തര ആണവ ഏജൻസി ഇറാനിൽ പരിശോധന നടത്തണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമുള്ള ഖമേനിയുടെ പ്രതികരണം ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. ഇറാൻ വിജയിച്ചുവെന്നും അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരമേൽപ്പിച്ചു എന്നുമൊക്കെയാണ് ഖമേനി അവകാശപ്പെട്ടത്. ഖത്തറിലെ US വ്യോമത്താവളത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണമാണ് ഖമേനി പരാമർശിച്ചത്. ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ച വേളയിലാണ് ഖമേനിയുടെ പ്രകോപനപരമായ പ്രതികരണം ഉണ്ടായത്. ഇതോടെ ഉപരോധം ഒഴിവാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും താൻ ഉപേക്ഷിച്ചതായി ട്രംപ് പറയുകയായിരുന്നു. ഖമേനിയുടെ പ്രസ്താവനകളാണ് ഇതിന് കാരണം. ഇറാൻ ശത്രുതാ മനോഭാവം വച്ചു പുലർത്തുന്നവരും അസന്തുഷ്ടരുമാണ്. സാധാരണ ലോകക്രമത്തിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ തകർന്നതും ഭാവിരഹിതവുമായ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായി അവർ അവശേഷിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിച്ചതിന് പിന്നാലെ ഇറാൻ US വാക്പോര് മുറുകിയിരിക്കുകയാണ്. ഇത് സമാധാന പ്രേമികളിൽ വീണ്ടും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ട്രംപ് ഇതെന്തിലേക്കുള്ള പുറപ്പാടാണ് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇനി ഖമേനിയെ നോട്ടമിട്ടിട്ടുണ്ടോ, അതിനു മുൻപുള്ള സമാധാനമാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഒളിച്ചിരിക്കുന്ന ഖമേനിയെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് പരസ്യമാക്കിയതിനു ശേഷം ഒരു ആക്രമണത്തിനാണോ അമേരിക്കയും ട്രംപ് മുതിരുന്നത് എന്ന് പോലും സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ട്രംപിൻ്റെ പ്രതികരണത്തിൽ അമേരിക്കയിലും അതൃപ്തിയുണ്ട്. കാരണം പല നേരത്തും പല രീതിയിലുള്ള പ്രതികരണമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. സ്ഥിരതയില്ലാത്ത ഇത്തരം പരാമർശങ്ങൾ പോലും അമേരിക്കയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഖമേനിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമല്ല. ഒന്നുകിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ട്രംപിൻ്റെ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഖമേനിയുടെ വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എവിടെയാണെന്ന് പോലും പറയാതെ ഇപ്പോഴും ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 21 ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ US ആക്രമിച്ചത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിലാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചത്. 25 മിനിറ്റ് നീണ്ട ഓപ്പറേഷനായി 125 യുദ്ധവിമാനങ്ങൾ, 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ, 2 ഡസനിലേറെ ടോമഹോക്ക് മിസൈലുകൾ എന്നിവയൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിരുന്നു. ഫെർദോ, നതാൻസ, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. ഇതിന് തിരിച്ചടിയായി ഖത്തറിലെയും ബഹ്റിനിലെയും US വ്യോമത്താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ഇറാൻ ഇസ്രായേൽ സംഘർഷം ഗൾഫിൽ വ്യാപിച്ചത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്, ആ ഒരു മാന്യതയുടെ മുഖപുടം വരുത്തിയതും. ഇതിന് പിന്നാലെയും ചർച്ചകൾ ട്രംപ് തുടരുകയായിരുന്നു. ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളും അതുപോലെ തന്നെ ഖമേനിയോടുള്ള സമീപനവും ട്രംപിൻ്റെ രീതികളെപ്പോലും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളായി മാറിയിരിക്കുകയാണ്.